ഹലോ ഗൈസ്, നിലവിലിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വെച്ചാൽ പുതിയ വാഹനങ്ങളുടെ വിൽപ്പന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സിമം 1, 2, 3 കൊല്ലം അതിന് മേലെ ഭൂരിഭാഗം ആൾക്കാരും ഒരു വാഹനം സ്ഥിരമായിട്ട് ഉപയോഗിക്കില്ല. ഒരു വാഹനം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ വർഷം മുതൽ അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇറങ്ങണ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ ബൈക്കുകളുടെ ചാനലാണ്, അതുകൊണ്ട് ബൈക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോണത്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമന്റ് ആയിട്ട് ഇടാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് OLX മുഖേനയുള്ള ആപ്പുകളിലൊക്കെ ഞാൻ ഒരുപാട് ആഡുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10,000, 20,000, 30,000 ഒക്കെ കുറച്ചിട്ട് വണ്ടികളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇടും. ഇപ്പോൾ ഡ്യൂക്ക് 200 50,000 രൂപയ്ക്ക് പരസ്യം. അപ്പോൾ വിളിച്ചു നോക്കുന്ന സമയത്ത് ആൾക്കൊരു 10,000 രൂപ അഡ്വാൻസ് കാണാം. വണ്ടി ആൾ പട്ടാളക്കാരനാണ്, വണ്ടി രാജസ്ഥാനിലാണ് ഇരിക്കുന്നത്, KL രജിസ്ട്രേഷൻ വണ്ടിയാണ്. RC ബുക്കിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരും, പാൻ കാർഡ് അയച്ചു തരും, ആധാർ കാർഡ് അയച്ചു തരും, ഐഡൻറ്റി കാർഡ് അയച്ചു തരും, അയാളുടെ പാസ്പോർട്ട് വരെ നമുക്ക് ചിലപ്പോൾ അയച്ചു തരും. എന്നിട്ട് പറയും നമുക്ക് പക്കയായിട്ട് വിശ്വാസം തോന്നും. ഞാനൊരു വട്ടം പെട്ടുപോയതാണ്. അതിനുശേഷം അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറയും. അതിന് മുമ്പ് അവർക്ക് പാഴ്സൽ ചാർജ് വേണമെന്ന് പറയും, ട്രെയിനിൽ കയറ്റി ഇങ്ങോട്ട് ഇറക്കാനുള്ള ഒരു കാശ്. എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങും. അതിനുശേഷം പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ചതികൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന വിപണിയിൽ നടക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. OLX മുഖേലുള്ള ആപ്പുകളിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കില്ല. നിങ്ങളിപ്പോൾ നേരിട്ട് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് തന്നെ വണ്ടി ചെക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും പോയി വീഴാണ്ടിരിക്കുക. അഡ്വാൻസ് ചോദിക്കണം, വണ്ടി കാണാനായിട്ട് മുമ്പ് അഡ്വാൻസ് ചോദിക്കണം ആൾക്കാരായിട്ട് പരമാവധി ഡീൽ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ട്, ചേട്ടാ വണ്ടി ഇപ്പോൾ ഒരു ടീം എടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളൊരു 5,000 വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള ചതികളിലൊന്നും ഒരു കാരണവശാലും വിചാരിച്ചിരിക്കുക. വണ്ടി പോയി നോക്കുക, ഓടിച്ച് നോക്കുക, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാന്ന് വെച്ചാൽ പരമാവധി റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുക്കുക. എൻ്റെ വണ്ടിക്ക് ഇനി ഒരു വർഷത്തെ അടവും കൂടി ഉണ്ട്. അപ്പോൾ വേറൊരു ടീം അടവടയ്ക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനപ്പോൾ വണ്ടി കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരിൽ കിടക്കണ വണ്ടി വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയിൽ എന്ത് കേസ് കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാല പൊട്ടിക്കുന്ന കേസ് വെച്ചാൽ അത് നിങ്ങളുടെ പേരിലേക്ക് തന്നെയാണ് വരിക. വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് നടക്കേണ്ടി വരും. പരമാവധി ലോണും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വിൽക്കാൻ പ്ലാനുള്ളവർ ലോൺ ക്ലോസ് ചെയ്തിട്ട് അവരുടെ പേരിലേക്ക് വണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 200 ആണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ എല്ലാ ബൈക്കിലും ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ബോഡിയിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം മൊത്തത്തിലൊന്ന് ചുറ്റും കറങ്ങിയിട്ടൊന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കുക. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഭാഗം കൂടെ നോക്കുക. എന്തെങ്കിലും തരത്തിൽ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ചിഹ്നലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വെള്ളം കയറാനും അല്ലെങ്കിൽ ഇപ്പോൾ ഫോഗ് കയറാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ഒന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഈ 2 പീസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ ടാങ്കാണ്. ഇതിപ്പോൾ ഫൈബർ ടാങ്കാണ്, പക്ഷേ മെറ്റൽ ടാങ്കുള്ള റോയൽ എൻഫീൽഡ് പോലത്തെ ബ്രാൻഡുകളുടെ വണ്ടികളിൽ ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പ് കയറാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാങ്കിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് ഉള്ളിൽ തുരുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വല്ലതൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരസി നോക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ചളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപയോളം വേണ്ടി വരും ടാങ്കും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഫൈബർ ടാങ്കുള്ള വണ്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷനൊക്കെ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ആ ക്ലിപ്പ് വിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ക്ലിപ്പ് പൊട്ടിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിലത്തെ എന്തെങ്കിലും തരത്തിലുള്ള ബോൾട്ടുകൾ ലൂസായിട്ട് അഴിഞ്ഞു പോയതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മുടെ ഈ ഗ്രാബ് റെയിൽ അതേപോലെ തന്നെ ഫുഡ് ട്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ചിലപ്പോൾ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബ്രേക്ക് ലീവറിൻ്റെ ഈ തുമ്പത്തും സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം. അത്തരത്തിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി വീണിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ പരമാവധി ഈ സ്പോർട്സ് ബൈക്ക് എടുക്കണവർ ഈ സംഭവങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ മാറിയിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ബൈക്കുകളൊന്നും 10, 30, 40 സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി ആരും വാങ്ങില്ല. ചെറിയൊരു വീഴ്ചയൊക്കെ എന്തായാലും വീണിട്ടുണ്ടാവും. റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ചിലവർ ഈ ഷോറൂമിലൊക്കെ പോയിട്ട് വെൽഡ് ചെയ്ത് വെക്കണ പരിപാടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബ്രേക്ക് ലിവറിന് മാത്രം ഏകദേശം 650, 600 ആ ഒരു റേഞ്ചിലാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് കൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ പറയുക നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേസിൻ്റെ ഭാഗം വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഡ്യൂക്ക് 200 ആദ്യത്തെ വീഴ്ചയിൽ തന്നെ തകർന്നു പോകാൻ സാധ്യത
അല്ലെങ്കിൽ ഇപ്പോൾ ബെൻഡായി പോകാൻ സാധ്യതയുള്ള ഒരു ഹൈറ്റാണ് ഈ ഒരു ചേസ് എന്ന് പറയുന്നത്. ചെറിയൊരു എന്താ പറയുക ഫ്രണ്ടിലൊരു തട്ട് വരുമ്പോഴേക്കും ഒടിഞ്ഞു പോകാവുന്ന തരത്തിലുള്ളൊരു ചേസാണ് ഇത്തരത്തിലുള്ള വണ്ടികളിലൊക്കെ വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നേരെ സീറ്റിൻ്റെ അവിടേക്ക് പോകാം. സീറ്റിൻ്റെ അവിടെ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10,000-2,000-3,000 രൂപയോളം സീറ്റുകൾക്ക് വിലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു കവർ ഇട്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ബൈക്കല്ല, ഇപ്പോൾ ഹിമാലയൻ പോലെയുള്ള ബൈക്കുകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ RC200 പോലെയുള്ള വണ്ടികളുടെയൊക്കെ ബാക്ക് സീറ്റിനൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങാനൊക്കെ വല്ല ഞരമ്പന്മാരൊക്കെ ബ്ലേഡ് വെച്ച് കീറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫ്ലഡിൽ പെട്ടിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണിയായിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഓയിൽ എക്സലൊക്കെ ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2019 മുമ്പുള്ള ഏതൊരു വണ്ടി വെച്ചാലും ഈ പറവൂര്, നോർത്ത് പറവൂർ ഏരിയയില്ലേ, ആ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ചെങ്ങന്നൂർ, ചാലക്കുടി, ആലുവ ഭാഗത്തു നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചു നോക്കുക. അതേപോലെ തന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ ചെളി കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. എത്ര ക്ലീൻ ചെയ്താലും ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലഡ് വണ്ടിയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എഞ്ചിൻ്റെ മുകളിലാണെച്ചാലും ചെളിയും കാര്യങ്ങളൊക്കെ ബോൾട്ടിൻ്റെ ഇടയിലൊക്കെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ ഏകദേശം ബോൾട്ടുകളൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ടാവും. രണ്ടാമത്തെ സീറ്റൊക്കെ അയച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ആ ഒരു മുകളിലേക്കും ചെളിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ചേസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ബോൾട്ടുകളുടെ ഭാഗത്തൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അപശബ്ദങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ ക്രാങ്കിൻ്റെ കംപ്ലൈൻറ്റിനെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു 5,000 രൂപയുടെ മേലേക്കാണ് ക്രാങ്കും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി റീപ്ലേസ് ചെയ്യാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ. നൈസായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ കട്ട സൗണ്ട്, പലതരത്തിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം. ഇപ്പോൾ KTM പോലെയുള്ള വണ്ടികളിൽ ടൈമിംഗ് ചെയിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഷിം അത്തരത്തിലുള്ള സംഭവങ്ങൾ കംപ്ലൈൻറ്റ് ആവുന്നത് കൊണ്ടൊക്കെ സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ സൈലൻസറിൻ്റെ ഷെല്ല് പോയാലും സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള വില കൂടിയ വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചിട്ട് അത് സൈലൻസറിൻ്റെ അവിടെ നിന്നാണോ അതോ എഞ്ചിൻ്റെ അവിടെ നിന്നാണോ എന്നൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ നോർമലായിട്ടുള്ള ബൈക്ക് എടുക്കണവരും ശ്രദ്ധിക്കുക. നോർമലായിട്ട് ബൈക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയധികം കൺഫ്യൂഷൻ ഉണ്ടാവില്ല എഞ്ചിൻ്റെ ആ ഒരു സൗണ്ടിൽ വന്ന വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. വെള്ളപ്പുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സിലിണ്ടറിൻ്റെ കംപ്ലൈൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ കത്തുമ്പോഴാണ് ശരിക്കും വെള്ളപ്പുകയും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ കുറച്ചൊന്ന് ത്രൂട്ട് കൊടുത്ത് നോക്കുക. പുകയൊക്കെ വരുന്നുണ്ടെങ്കിൽ പരമാവധി വണ്ടി എടുക്കാണ്ടിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്ക് ആവണുണ്ടോ എന്നൊന്ന് നോക്കുക. ഫുള്ളായിട്ട് നോക്കണം കേട്ടോ. ശരിക്കും ഇത്തരത്തിലുള്ള KTM ബൈക്കുകളിലൊക്കെ മേളിൽ നിന്നും അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും പിന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ നിന്നും എഞ്ചിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്കായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് 2 സാധ്യതകളാണ് വരുന്നത് ശരിക്കും ഓയിൽ ലീക്ക് ആവാനായിട്ട്. ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ കേസിന് പൊട്ടൽ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബോൾട്ടൊക്കെ ഓവർടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ തരത്തിലുള്ള ചിഹ്നലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഓയിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വല്ല പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവില്ല, ഒറ്റയടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ വ്യക്തമായിട്ട് എന്താ പറയുക മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. പൊട്ടലാണോ അതോ ഗ്യാസ്കറ്റ് പോയതാണോ എന്നൊന്ന് കൺഫേം ആക്കുക. കേസും കാര്യങ്ങളൊക്കെ പൊട്ടിയതാണെന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും ചിലവാകും. അപ്പോൾ ആ ഒരു കാര്യം പരമാവധി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഗിയർ ഷാഫ്റ്റിൻ്റെ അവിടുത്തെ സീല് പോയാലും ഓയിലും കാര്യങ്ങളൊക്കെ ലീക്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സീല് പോയത് തന്നെയാണോ എന്ന് കൺഫേം ആക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഷാഫ്റ്റിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഓയിൽ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഷാഫ്റ്റൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് പോകും. അപ്പോൾ ആ കാര്യം ഒന്ന് മാക്സിമം ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സെൻസറിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ പോകണ കണ്ടിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ മാരകമായിട്ടുള്ള കംപ്ലൈൻ്റ് ഇല്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൻസറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ നിസ്സാര കംപ്ലൈൻറ്റുകളാണ്. ഇത്രയും ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം 1, 2, 3 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യം തന്നെ ക്ലച്ചിൻ്റെ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. വല്ലാണ്ട് വണ്ടി റേസ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി റേസായി നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ത്രൂട്ട് കൊടുത്തിട്ട് ഒരു 65-70 മേലെ കയറണില്ലെങ്കിൽ അത് ശരിക്കും ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 മുതൽ 2000, 2500 അത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡൊമിനാർ പോലെയുള്ള വണ്ടികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയൻ പോലെയുള്ള വണ്ടികളിലൊക്കെ 4000 രൂപയോളം ക്ലച്ചിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ക്ലച്ച് ഈ ഒരു ലെവലൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് ആ ഒരു കാര്യം കൺഫേം ആക്കുക. പിന്നെ ഓടിക്കുന്ന സമയത്ത് ഗിയർ ബോക്സും കൂടെ നോക്കുക. ഗിയർ ഇടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ ഇപ്പോൾ സൗണ്ടോ ടൈറ്റോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗിയറിൻ്റെ വീല് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് അത്തരത്തിൽ എന്താ പറയുക സൗണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടണ സമയത്ത് ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും അനുഭവപ്പെടാം. ഏകദേശം ഒരു 6000 മുതൽ 8000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ശരിക്കും ഗിയർ ബോക്സിനൊക്കെ പണിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത
അപ്പോൾ മസ്റ്റായിട്ട് ഗിയർ ബോക്സ് ചെക്ക് ചെയ്യാം. പിന്നെ ആദ്യം തന്നെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് പോയിട്ട് വണ്ടിയുടെ ഓയിൽ പരമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് സസ്പെൻഷൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക, പിന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. നോർമലായിട്ട് ചെയ്യേണ്ട ഒരു സർവീസ് എന്തായാലും ചെയ്യണം. അത് ഒരു കാരണവശാലും അതിലൊരു മടിയും കാര്യങ്ങളൊന്നും കാണിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ വഴിയിലൊന്നും നമ്മളെ കിടത്താൻ പാടില്ല. ഇപ്പോൾ വഴിയിൽ അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ വണ്ടി തന്ന ആളെ പ്രാവിട്ടൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വണ്ടിയിൽ ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സസ്പെൻഷൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഓയിലിൻ്റെ പാടോ കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ്റെ ഭാഗത്ത് കാണാനുണ്ടെന്ന് നോക്കുക. അത്തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് ഓയിൽ സീൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇന്നർ ട്യൂബിന് സ്ക്രാച്ച് വീണതായിരിക്കാം. പിന്നെ ഇന്നർ ട്യൂബിലാണ് സ്ക്രാച്ച് വീണത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ USD4 മോഡലുകളിൽ ട്യൂബിനും ബെൻഡും കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ നോർമലായിട്ടുള്ള ബൈക്കുകൾ എടുക്കുന്ന സമയത്ത് ട്യൂബിൽ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾ ആ ഒരു അസംബ്ലി തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഡൊമിനാറൊക്കെ പോലുള്ള വണ്ടികളിൽ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ശരിക്കും ഈ ഓയിൽ സീൽ പോകുക എന്നുള്ളത്. അത്തരത്തിൽ ഓയിൽ സീൽ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ക് മിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രേക്കൊക്കെ ഫുള്ളായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ ലീക്കായിട്ട് ഒരുപാട് നാളൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ട്യൂബിലൊക്കെ പൊടി പറ്റി പിടിച്ചിരുന്നിട്ട് ട്യൂബിൽ സ്ക്രാച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം അതിലൊരു മടി കാണിക്കരുത്. വാങ്ങിച്ച് അപ്പം തന്നെ അതിന് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. പിന്നെ പരമാവധി 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഫോർക്ക് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർക്കിനുള്ള ഓയിലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു സൈഡ് വലി വരാനുള്ള സാധ്യതയും കാര്യങ്ങളുണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് ടയറിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ചിത്തി പോകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫോർക്കിൽ ഓയിലും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ കൂടെ ഈ ഫോർക്കിൻ്റെ ഉള്ളിൽ ഓയിലും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചാട്ടോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഷൻ്റെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ മയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കിലത്തെ സസ്പെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ വാറണ്ടിയുള്ള വണ്ടികളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു സംഭവം റീപ്ലേസ് ചെയ്ത് കിട്ടും. ഏകദേശം ഒരു 7,000 രൂപയോളം പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റാണ് ഈ ഡ്യൂക്കിൻ്റെ ഒക്കെ മീറ്റർ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്വിച്ച് ഹോൾഡർ അവിടെയൊക്കെ ഹോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ, എങ്ങാനും ഹോൾ ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് അതൊന്ന് സേഫ് ആക്കി വയ്ക്കുക. പിന്നെ ഇത് പരമാവധി വെയിലത്ത് വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു മീറ്ററിൻ്റെ ഭാഗം മറക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ദ്രവിച്ച് ഓട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ട്രർ എന്നുള്ള തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അത് ബാറ്ററിയുടെ തകരാറിനെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു 20 കിലോമീറ്ററിന് മേലെ ഓടിയിട്ടും സെൽഫ് അടിക്കുന്ന സമയത്ത് മീറ്ററൊക്കെ ഓഫായി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ബാറ്ററിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ Z9 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിക്കൊക്കെ 1800 ആ ഒരു റേഞ്ചിലാണ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എക്സൈഡിൻ്റെ ബാറ്ററി ഇപ്പോൾ ഷോറൂമിൽ നിന്ന് മാറാൻ വെച്ചാൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഷോറൂമാർ എക്സൈഡ് തന്നെയാണ് എന്തായാലും ഇട്ട് തരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു സർവീസ് കോസ്റ്റ് കിട്ടണം നിലയ്ക്ക് അത്തരത്തിലുള്ള പെട്രോളും കാര്യങ്ങളൊക്കെയാണ് തരാം. അപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞ സമയത്ത് ആമറോണിൻ്റെ ബാറ്ററി ഒക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടാലും മതിയാവും. പിന്നെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഭൂരിഭാഗം വണ്ടികളിൽ ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫ്യൂൽ പമ്പിനൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാട്ടെ. അപ്പോൾ RS200 പോലെയുള്ള വണ്ടികളിൽ, അല്ലെങ്കിൽ ഡൊമിനാർ പോലെയുള്ള വണ്ടികളിലൊക്കെ 2 ലിറ്ററിന് താഴെ പെട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് മിസ്സിങ് പെട്രോൾ റീഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്സിങ് പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 4 ലിറ്റർ പെട്രോൾ അടിച്ചതിന് ശേഷം ആ ഒരു മിസ്സിങ് പോകുന്നുണ്ടോ നോക്കാം. മിസ്സിങ് പോയിട്ടില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫ്യൂൽ പമ്പിൻ്റെയോ അല്ലെങ്കിൽ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഒക്കെ തകരാറായിരിക്കാം. ഫ്യൂൽ ഫിൽറ്റർ മാറിയതിന് ശേഷം മാത്രം ഫ്യൂൽ പമ്പ് മാറാൻ ശ്രമിക്കുക. അപ്പോൾ ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ ഫ്യൂൽ പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഫ്യൂൽ ഫിൽറ്റർ മാറിയതിന് ശേഷം ആ ഒരു കാര്യം കൺഫേം ആക്കാം. പിന്നെ ABS ഉള്ള വണ്ടികളിലൊക്കെ വെച്ചാൽ റണ്ണിങ്ങിൽ ABS ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോയെന്ന് നോക്കുക. അങ്ങനെ കത്തി കിടക്കുന്നുണ്ടെങ്കിൽ അത് ABSൻ്റെ കംപ്ലയിൻറ്റിനാണ് സൂചിപ്പിക്കുക. കത്തി കിടക്കണം കാണുകയാണെങ്കിൽ മാത്രം കേബിൾ കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. ABS വർക്ക് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഇതേപോലത്തുള്ള ഒരു റോഡിൽ ജസ്റ്റ് ഒന്ന് ഒരു 10-30 സ്പീഡിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ പിടിച്ചു വിടുന്ന ഫീൽ ശരിക്കും കാലുമിക്ക് കിട്ടും. ഇനിയിപ്പോൾ ABS ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഡ്യൂക്ക് 390 പോലെയുള്ള വണ്ടികളിലൊക്കെ 23,000-ഓളം രൂപ ABSൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു എഞ്ചിൻ പണി പോലത്തെ മാരകമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് തന്നെയാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. യൂസ്ഡ് ഡൊമിനാറൊക്കെ എടുക്കണവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഡൊമിനാറിന് NSന് അല്ലെങ്കിൽ ഇപ്പോൾ RSനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ ഒരു വാട്ടർ പമ്പിൻ്റെ സീല് പോകുക എന്നുള്ളൊരു സംഭവം. അത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂളൻ്റ് എഞ്ചിൻ്റെ ഉള്ളിലെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എഞ്ചിൻ ഓയിലും കൂളൻ്റൊക്കെ മിക്സ് ആയിട്ട് ഒരുപാട് ദൂരമൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പണി വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി എടുക്കുന്ന സമയത്ത് കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. വണ്ടിയിൽ കൂളൻ്റ് ഇല്ലെങ്കിൽ തന്നെ അത് എഞ്ചിൻ ഓയിലായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഷോറൂമിലൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് തന്നെ ശരിക്കും ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ ഒരു 1000 രൂപയുടെ താഴെ മാത്രമാണ് ഈ ഒരു വാട്ടർ പമ്പിൻ്റെ സീല് മാറാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ വാട്ടർ പമ്പിൻ്റെ സീല് മാറുക, അതിന് ശേഷം എഞ്ചിൻ ഓയിൽ മാറുക. ഇത്ര നിങ്ങൾ ചെയ്താൽ മതിയാവും. എഞ്ചിനുള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള സർവീസൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഗിയർ ടൈറ്റും അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ടും ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റും ഓയിൽ ലീക്കൊക്കെ ഒരുപാട് കാണാൻ സാധ്യതയുള്ള
ബൈക്കുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ. ഇപ്പോൾ ഞാൻ റോയൽ എൻഫീൽഡിനെ കുറ്റം പറയല്ല, വാങ്ങാൻ പോണൊരു മസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ബൈക്കുകളിലൊക്കെ ശ്രദ്ധിക്കുക. ഫ്യൂൽ ഗേജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ കാണിക്കുന്നത് നോക്കുക. ചില വണ്ടികളിൽ ഇതിൻ്റെ സൂചിയും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാറൊന്നുമില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ മീറ്ററിനൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ ശരിക്കും വന്നിട്ടുണ്ട്. മീറ്ററിൻ്റെ ഒരു ഭാഗം ഹിമാലയൻ എടുക്കാൻ പോണവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വലിയ കണ്ടീഷനൊന്നും വേണ്ട, റേറ്റ് കുറഞ്ഞൊരു വണ്ടി ഒപ്പിച്ച് തരുമെന്ന് വെച്ചിട്ട്. അവസാനം പണ്ടൊക്കെ ഞാൻ ചെയ്തു തോന്നുന്നു, ഇപ്പോൾ 2014 വണ്ടിക്ക് 65 രൂപ 70 രൂപയ്ക്കൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എന്തൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ റേറ്റ് കുറവിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഭാവിയിൽ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വാങ്ങുന്ന ആൾക്ക്. അപ്പോൾ അത്തരത്തിൽ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഓണറിന് കുറ്റം പറയില്ല, വണ്ടി ആരാണോ മുട്ടിച്ചു കൊടുത്തത് ആർക്കാണ് ചീത്തപ്പേര് വരാം. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഡീൽ ചെയ്യണത് 2017, 18, 19 വണ്ടികളാണ്. ഇപ്പോൾ ക്യാഷ് ഇത്തിരി കൂടിയാലും നമുക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ മാക്സിമം പൈസ ഇത്തിരി വ്യത്യാസം വന്നെങ്കിൽ കൂടെ പരമാവധി പഴക്കം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പേപ്പർ വർക്കിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ നിലവിൽ വാഹനങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് ക്ലോസ് ചെയ്തിട്ടെടുക്കുക. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാന്നുള്ളൊരു കാര്യം. പിന്നെ വണ്ടിക്ക് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അത് ശരിക്കും പേര് മാറിനോട് കൂടിയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ പേര് മാറാൻ കൊടുത്തിട്ട് RC ബുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും, നമുക്ക് കയ്യിൽ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയും 100 രൂപ പെറ്റി അടിക്കാണ്ട് അല്ലെങ്കിൽ 400 രൂപ സ്പീഡിൻ്റെ അടയ്ക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ പേര് മാറാൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പിന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ബെൻഡ് കാര്യങ്ങളൊക്കെ അടിച്ച് ലോക്കൽ വർക്ക്ഷോപ്പിൽ റീപ്ലേസ് ചെയ്യാണ്ട് സൂപ്പർ ഗ്ലൂ വെച്ചിട്ടുള്ള പരിപാടി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് 100% വിശ്വസിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഷോറൂമിലാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിലവിൽ സർവീസ് ഇല്ല, റീപ്ലേസ്മെൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പേപ്പർ വർക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വണ്ടിയിൽ ഹൈപ്പോത്തിക്കേഷൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ബാങ്കുകളുടെ പേര് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ NOC കാര്യങ്ങളൊക്കെ വാങ്ങുക. NOC വാങ്ങുന്ന സമയത്ത് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യുക, അതിന് ശേഷമാണ് നിങ്ങളുടെ പേരിലേക്ക് RC ബുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും നമുക്ക് ഹൈപ്പോത്തിക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ എങ്ങനെയാണ് RC ബുക്ക് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് എങ്ങനെയാണ് ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഓഫീസിൽ ആധാർ കാർഡ്, വണ്ടിയുടെ ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, RC ബുക്ക് കൊണ്ടുകൊടുക്കണം. എന്നുവെച്ചാലാണ് എൻ്റെ പേരിലേക്ക് എനിക്ക് RC ബുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ആക്കണതിൻ്റെ ഭാഗമായിട്ട്, അതായത് പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൻ്റെ കീഴിലാണ് ഇപ്പോഴത്തെ RTOൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പേര് മാറേണ്ട കാര്യം നോക്കണത്, പേര് മാറേണ്ട പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആൾ കൊടുക്കണം. പേര് മാറേണ്ട കാര്യം നോക്കണത് വാഹനം വിൽക്കണ ആളാണ്. എൻ്റെ വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ RC ബുക്കും ആധാർ കാർഡിൻ്റെ കോപ്പിയും അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പിയും പുക ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോപ്പിയൊക്കെ കൂടെ എൻ്റെ RTO ഓഫീസിൽ ഞാൻ കൊണ്ടുകൊടുക്കുക. എന്നിട്ട് NODU സർട്ടിഫിക്കറ്റ് എടുക്കുക. RTO ഓഫീസിലേക്കാണ് ഈ ഒരു സംഭവം ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. വണ്ടിക്ക് വേറെ കേസും കാര്യങ്ങളൊന്നും ഇല്ല. അതിനാണ് ഈ ഒരു NODU എന്ന് പറയുന്ന സംഭവത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. വണ്ടിക്ക് മുമ്പ് വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അതൊക്കെ ആയിട്ട് നമ്മുടെ RTO ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ RTO ഓഫീസിൽ നിന്ന് ഡിജിറ്റലായിട്ട് മെയിലൊക്കെ അയക്കണ പോലെ തന്നെ ഈ വാങ്ങുന്ന ആളുടെ RTO ഓഫീസിലേക്ക് ഡീറ്റെയിൽസ് അയക്കും. അവിടെ നിന്ന് RC ബുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തരും. അതാണ് ശരിക്കും ഇപ്പോഴത്തെ നിയമപ്രകാരമായിട്ടുള്ള എന്താ പറയുക പേര് മാറുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ ശരിക്കും ഈ ഒരു സംഭവമൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ ഇത്തിരി കൂടെ എളുപ്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ കേരളത്തിൽ എന്താണെന്ന് അറിയില്ല, നമ്മുടെ RTO ഏജൻറ്റുകൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടാൽ മാത്രമാണ് ശരിക്കും വിശ്വാസം എന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളൊരു 3-4 വട്ടമൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. ആ നേരം ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കാൻ വെച്ചാൽ അത് കൈയോടക്കനെ ചെയ്തു തരും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ RTO പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൽക്കുന്ന ആൾക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് ശരിക്കും ഈ ഒരു വണ്ടിയുടെ പേര് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഏജൻറ്റ് മുഖേന ചെയ്യണ സമയത്ത് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ 1500 രൂപകളാണ് പേര് മാറാൻ വേണ്ടി വാങ്ങണത്. ഇപ്പോൾ പരമാവധി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് കൈയോടക്കനെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആകെ വള്ളിക്കിട്ടാവും. ഇപ്പം നിങ്ങൾക്ക് വേറൊരു ടീമിന് വിൽക്കണം എന്ന് വിചാരിച്ചാലും ഈ പഴയ ഓണർ ഉണ്ടല്ലോ, ആ ഓണർ വിചാരിക്കണം. എന്നുവെച്ചാലാണ് വാങ്ങണ ആളുടെ പേരിലേക്ക് നിങ്ങൾക്ക് RC ബുക്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പരമാവധി എഗ്രിമെൻറ്റ് എഴുതിയിട്ട് പിരിയാനായിട്ടും ഭേദം. എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ പരമാവധി ഒരു 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ കൈയോടക്കണ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നിലവിൽ പേര് മാറി RC ബുക്ക് കിട്ടണോട് കൂടെ തന്നെ ഏകദേശം ഒരു 35-40 രൂപ ചിലവിൽ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് ആക്കാനായിട്ട് പറ്റും. കൈയോടക്കണ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പേരിലേക്ക് ആക്കുക. അപ്പോൾ അത്തരത്തിൽ RC ബുക്ക് മാറിയിട്ട് ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലായിട്ടില്ലെങ്കിൽ 10 പൈസ നിങ്ങൾക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് ഏത് ബൈക്ക് എടുത്താലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.